അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൊറേ ആൾക്കാരത്ത് പോയി ലാസ്റ്റ് തവണ ഞങ്ങളെ കടുവപ്പുറത്തിന്റെ ഉരുക്ക് വനിത അല്ലെ ഇപ്പത്തെ കുട്ടികൾക്ക് മാതൃക പാനാത്തന്റെ എത്തണേ പാനാത്ത അസ്സലാമു അലൈക്കും. എന്താ നമ്മളെ നാട്ടിനെ പറ്റി പഴയ കാലത്തെ ചരിത്രങ്ങൾ പറയാനൊക്കെ ഞാനൊരു സംഗതി കേട്ടോ ഉള്ളാണല്ലാറ ഞങ്ങളെ വല്യമ്മ നിങ്ങളൊക്കെ പാടെ പണ്ട് നമ്മളവിടുന്ന് നെല്ലേറ്റ് വന്നാണ്ട് പുറത്ത് വനക്കടി വയറിന് സുഖമില്ലാന്നാണ് ഇങ്ങോട്ട് വന്നാണ്ട് 5 കഴിഞ്ഞപ്പോ അവിടെ നമ്മളെ പാലാത്ത പ്രസവിച്ചോണ്ടാണ് ചരിത്രമുള്ള സത്യത്തിൽ ഒരു നടക്കൂടി പാലാത്താക്കുണ്ടെങ്കിൽ ഞാൻ പറ്റിപ്പോകും. ഇട്ടങ്ങനത്തെ കൊടുക്കണില്ല. നേരം വെക്കുമ്പോ അതൊക്കെ സത്യത്തിൽ പറയാൻ നിൽക്കുക കുറച്ച് പറയാനുണ്ട് മാരെ. നേരം വെക്കുമ്പോ കൊയ്യാൻ പോയി കരതൊട്ടുക്ക് കരതൊട്ടുക്ക് നമുക്ക് കുടിക്കാരും ഞങ്ങൾ കൂടി കൂട്ടിരിക്കാനാണ് നടക്കുന്നത്. ഒറ്റക്കായിട്ടില്ല. ഒറ്റക്ക് നടക്കാൻ ഞാനും ഇപ്പൊ പിങ്കുടി അങ്ങനെ കൂട്ടിരിച്ച് നടന്നത്. എന്നിട്ട് അത് നേരം വെക്കുമ്പോ കൊയ്യാൻ പോയി. അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളത് പറഞ്ഞത്. അത് കൊയ്തെടുക്കാൻ നമ്മൾ കുട്ടികൾക്ക് നമുക്ക് പെരുന്നാൾ കരി ഉണ്ടാക്കാൻ തുടങ്ങണം. അങ്ങനെ ആദ്യം കൊയ്യാൻ പോയി. അത് കൊയ്തു 10 മണി 10-11 മണിയോളം കൊയ്തു. കൊയ്ത് വന്നുകാണ്ട് ഞാൻ അന്ന് അവിടെ വന്നിക്കാണ്ട് നമ്മളെ ആചർമാർക്ക് കൊരലാത്തിന് പൊന്ന് ഉണ്ടായിരുന്നു. ആ പൊന്ന് നമ്പൂൻ്റെ അവിടെ കൊണ്ടു കൊടുത്തേനെ കൊയ്ത് വന്നുകാണ്ട് ആ ഉച്ചക്ക് കൊയ്ത് വന്നാണ്ട് ആ പൊന്നേറ്റ് ഞാൻ മുണ്ടക്കുളത്തിൽ കൊണ്ടുപോയി വണ്ടിയൊക്കെ കൊണ്ടുപോയി കൊടുക്കണം വന്നിക്കാണ്ട് പിന്നെ കച്ചവടം പോയി. ഞാനും ജമീലും കൂടി ഞങ്ങൾ 2 മണി കച്ചവടം പോയി. 2 നട കെട്ടി. 3ാമത്തെ നടക്ക് പോയിക്കാണ്ട് കെട്ടി വെച്ചിപ്പോ കെട്ടിക്കാണ്ട് അപ്പം മീറ്റൊക്കെ അമ്മായിട്ടൊക്കെ ഒരു കുറ്റാൻ പോയിട്ടോ. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ പോന്നില്ലേ ആശുപത്രിക്ക് പോകാൻ കൊടുത്തു നിങ്ങൾ പോന്നില്ലേ കുറ്റാൻ വെച്ചപ്പോ ഞാൻ പറഞ്ഞു ഇറ്റ് പടത്തവനെ നേരാണ് ഞാൻ പണ്ടാട്ടി കൊണക്കളും അപ്പം ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് നെല്ലുത്തി ചോറി വിട്ടിട്ട് വേണം ചാക്ക കുടി കുത്തിരിക്കല്ലേ. അപ്പൊ ചോറി വിട്ട് വിട്ടാണ് ഞാൻ മുത്ത് തിരുമ്പാനും കുത്താനൊക്കെ എന്നിട്ട് വേണം വെള്ളം കൊണ്ടുപോയിട്ട് മണത്താച്ച വരുന്ന കൊണ്ടല്ലേ വെള്ളം. അപ്പൊ അങ്ങനെയൊക്കെ പഠിച്ച് വെക്കാൻ ഞാൻ കുടിയിൽ പോകാൻ അറിഞ്ഞത്. ഞാൻ ആ കത്തിയിട്ടും പോകുന്ന പോലൊക്കെ വെച്ചിട്ട് അതുപോലെ കൊണ്ട് കുത്താനും പോയി. ആ ഞാനും അരി ജബിലി കൂടി പോന്നു. അവിടെ കുടിയിൽ കൊടുന്ന് കറ്റ കൊടുന്നിട്ടപ്പോ ഉച്ചവരെ കൊണക്കളില്ല കേട്ടോ. ഞാൻ 4 കഴിച്ചപ്പോ ഇങ്ങനെ ഒരു സുഖം പോരാ. അപ്പൊ ഞാൻ 4 കഴിച്ചിട്ടാണ്ട് ഇപ്പൊ എന്നോട് ഇപ്പൊ പണിട്ട് പറഞ്ഞു വരില്ല പാത്തുമ്മ തിരുവമ്പാടിക്കാർക്ക് അവിടെ വരുന്നല്ലേ പറഞ്ഞു. എനിക്ക് അഞ്ചോറൊന്നുമില്ല മുതച്ചുകൊണ്ടേക്കത് കണക്കൊക്കെ നമുക്ക് പിന്നെ ആക്കാം. അല്ലെ ഞാൻ എനിക്ക് ചെമ്പട്ടി മക്കൾ വെക്കാന് കുടിക്കലൊന്നും പറ്റാണ്ടാവില്ല. വലിയ ചെമ്പട്ടി മക്കളാണ് തിരുവമ്പാടിക്കാർക്ക് അവിടെ വന്നാല്. അപ്പൊ അതിന് അരി വേണ്ട വെക്കണമെങ്കിൽ അരി മുറിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഇതിനോട് പറഞ്ഞു അമ്പയാക്ക നെല്ലൊക്കെ മുറിച്ചു കൊണ്ടുപോകണം. ഞാൻ കുട്ടികൾക്ക് ചോറിമിട്ട് കൊടുക്കാൻ വരട്ടെ നെല്ലുത്തി ഞാൻ ചോറിമിട്ട് കൊടുത്ത് വരാം. എന്നിട്ട് ഞാൻ നെല്ലൊക്കെ മുറിച്ചുകൊണ്ടു ഞാൻ അങ്ങനെ കയറി താത്ത വരി ഇവിടെ ഇങ്ങനെ ഇതൊക്കെ മൂച്ചിലായിരുന്നു. അതിലങ്ങനെ കയറി അവിടെ കയറിയാണ്. അവിടെ ഇപ്പത്തെ മാർക്കൊന്നുമല്ല അവിടെ ഒരു ഇതിന്റെ മാർക്കാണ് അവിടേക്കാണ് കയറിയപ്പോ ഇച്ചിങ്ങനെ ഇവിടെ ഞങ്ങൾ പണ്ടത്തെ ഒരു പിലാവ് മൂച്ചിണ്ടായിരുന്നു ഇവിടെ. അവിടേക്ക് വന്നാൽ ഞാൻ ഈ പൊന്നിനോട് പറഞ്ഞു ഇമ്മാനുട്ടി നടന്നത് അങ്ങൻ്റെ ഒക്കെ വന്നാൽ കടിച്ചു വരിക്കൂടെ നേരം പോയിട്ട് തട്ടിക്കൊട്ടിക്കാൻ പോലെ പായ് കടലെ പായ്ക്കൊക്കെയും കൂടി ഉണ്ടാവും ഒത്തുനിന്ന് നടക്കാൻ കഴിവില്ല. അപ്പൊ ഞാൻ ഈ പൊന്നിനോട് പറഞ്ഞു ഇമ്മാനുട്ടി നടന്നാലോ അവിടെ നിന്ന് അടിച്ചു വരിക്കൂടെ മതിരാൻ വരാം നമുക്ക് തൂറാൻ മുട്ടില്ല അതിലാണ് കരിക്കാൻ വരാറ്. അവിടെ വന്നാണ് കുത്തിന് നമുക്ക് കയറി വന്നാണ് അരി കൂടാൻ കുട്ടാൻ 10 കൂടും മാണ്ടമാനെ. അപ്പൊ ഞങ്ങൾ പോന്നു. അവിടുന്ന് പറമ്പത്തേക്ക് കയറിക്കാണ്ട് പോന്നപ്പോ പൗതി പറ്റിക്കണു. അപ്പൊ അങ്ങനെ അവിടത്തേക്കും വന്ന് കാണ്ട് ഇവിടെ പായിടാനില്ല ആളുമില്ല പാളുമില്ല ഒന്നും ഈ പെണ്ണിട്ട് അടുത്ത് വരാൻ വേണ്ടിയിട്ട് ഓളത്തേക്ക് എത്തിച്ചതല്ല. അപ്പൊ മൂത്താക്കാത്ത ആഴ്ചക്ക് സത്യത്തിൽ പറയുന്നത് നോക്ക് ഞാനൊരു 500 രൂപ കൊടുക്കണ്ടായിരുന്നു. അന്ന് ഇന്നിട്ട് കട വാങ്ങി വായ്പാങ്ങൽ പതിവാണ്. ഇപ്പത് നടക്കാൻ വെച്ചായിട്ടാണ്. അങ്ങനെ കാട്ടുകൊണ്ട് നടക്കാൻ ഇവിടെ എല്ലാവരും കൂടുതലണ്ടേ. അങ്ങനെ മോളേക്കാൾ ഞാൻ 5 രൂപ വാങ്ങിയിരുന്നു. അതിന് ഓൾ മുന്നപ്പുറത്ത് പോകാൻ ആ കായ്ക്ക് കൊണ്ടുപോകും. കായ് 6 പായ് പെട്ടിയിലുണ്ട്. അങ്ങോട്ട് പെട്ടിയിലുണ്ടിരിക്കും. അത് എടുത്തുകൊണ്ട് കൊടുക്കാത്ത വെച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞോട് ഇതായിരുന്നു ഒരു പാതിലിട്ട് നിർത്തിക്കൂടെ. എനിക്ക് പൈസ കൊടുണ്ട് ഞാൻ പൈസ കുറച്ച് കഴിഞ്ഞിട്ട് അത് നിർത്തിക്കൂടായിരുന്നു. നമുക്ക് പായൊന്നും കിട്ടുന്നില്ല. ഞാൻ തന്നെ വലിച്ചിട്ട് പോയി പായിട്ട് കടന്നിട്ടില്ല. കടന്നാൽ ഞാൻ തെറ്റും. കടന്നാണ് ഞാൻ തെറ്റും. അസീനാണ് പെറ്റുകാന്ന് നോക്കുമ്പോ അരിക്ക് നടക്കുവാണ് ചായ. ഞാൻ കറ്റ് ഞാനും ഞങ്ങൾ കറ്റ കൊടുത്തിട്ടാണ് ചായ കൊടുത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പത്തേ ഈ പെണ്ണിനോട് ഞാൻ പറഞ്ഞു ഉമ്മാനോട് മണ്ടി ചൊല്ലി കഥയാത്തനോട് അരി പോയിട്ടുണ്ടാവില്ലേ കാരണം കഥയാത്തനും പിന്നെ ഇമ്മ പേറ്റക്കും കുഞ്ഞു കഥയാത്തൻ്റെ എടുക്കും പറയൊന്നുമില്ലല്ലോ താര അവിടെ പോണം. വണ്ടി ചെല്ല കഥയാത്തനോട് പറയും ഇമ്മ പേറ്റക്കും പിന്നെ ഇവിടേക്ക് പോകാൻ പറഞ്ഞു മാറി. അപ്പൊ ഇന്നത്തെ പോലും ആകെ നന്ദ മുട്ടും ഇന്നത്തെ എൻ്റെ പറഞ്ഞു കുട്ടി ചോദിച്ചു ഇമ്മ പേറ്റക്കും നിങ്ങളോട് പിന്നെ അരിക്കാക്കാനോട് തട്ടിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ പറയാനേ തീരുള്ളൂ കുടികളുള്ളൂ. അങ്ങനെ പറഞ്ഞു അതിൽ കിടന്ന് നോക്കുമ്പോ പിന്നെ യാതൊരാ ഞാൻ ഇവിടെ പെറ്റ് കിടക്കുക. ഞാൻ മൂത്തത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ മനെ ഞാൻ ഒരു മനുഷ്യവിടെ ഇല്ലല്ലോ എല്ലാമാരോട് തിന്നാണ് മൂത്തന്മാരോട് വരാൻ പറയും.
നമ്മുടെ ഒരു മനുഷ്യന്മാരുണ്ടാവില്ല, ഒരു മനുഷ്യനും ഇല്ലല്ലോ ഇവിടെ അറിഞ്ഞപ്പോ ചെന്നാണ് പറഞ്ഞപ്പോ മൂത്തമ്മ പറഞ്ഞത് എന്റെ അമ്മ ഇപ്പൊ തരാൻ കെട്ടിയും കെട്ടിക്കാൻ നടന്നാണ് ഇപ്പൊ എന്റെ മക്ക് ഇപ്പൊ എന്താ കൊടുക്കണത്, ഞാൻ നിസ്കരിച്ചിട്ട് കെട്ടി ഞാൻ വരാറുണ്ട്. ഇപ്പൊ ഇത് കുളത്തില്ല മനുഷ്യ കുളർക്കൂല കേട്ടോ. അപ്പൊ അങ്ങനെ പറയാനും പറ്റൂല. അങ്ങനെ ഏതായാലും ഞാൻ ഇവിടെ കടന്ന് പെട്ടിയാണ് ഇവിടെ കുത്തിനായിട്ട്. പിന്നെ ആ കടക്കുകൊണ്ട് കടന്നാണ് പെട്ടി കടന്നാണ് പൈസ ഞാൻ കൊടുക്കാൻ അയച്ചാക്ക്. പൈസ തലക്കുമ്പുറത്ത് ഇവിടെ പെട്ടി ഉണ്ട്, ആ പെട്ടിയിൽ പൈസ ഉണ്ട്, ഞാൻ 60 പൈസ അതിലുണ്ട്. അപ്പൊ ഇട്ട് കൊടുക്കണമെങ്കിൽ വെച്ച അപ്പൊ പെട്ടിയോട് കടന്നാണ് ഞാൻ ആ പെട്ടി കടന്ന് നോക്കി പൈസ ഇട്ട് കൊടുത്തു ഉള്ളിലോട്ട് പോയത്. എന്നിട്ട് ആ മരി പോയിക്കാണ്ട് മറ്റുപോലെ തിരുമ്പി കുത്തിട്ടില്ല കേട്ടോ, ഒരു കോട്ടങ്ങ തന്നെയുണ്ട്. അതിലാണ് പോയപ്പോ പിന്നെ താത്തേ ഞമ്മക്കൊരധികം ഒരു അഭിപ്രായം ഉണ്ടായിക്കണു, ഞമ്മക്കൊരു ഫുഡ് ഉണ്ടായിക്കണു, നിങ്ങൾക്ക് കേൾക്കണോ, നമുക്കൊരു കുട്ടി ഉണ്ടായിക്കണു, ഞാൻ അതിനോട് പറയാൻ പോവുകയാണ്, അതിന് പറഞ്ഞയച്ചിക്കണു, ഞാൻ അതിന് പോവുകയാണ്. എടുത്തടി പറയുന്നത് കാര്യം ചോദിച്ചോടെ നമ്മളെ പാന്നാത്ത പെറ്റുക്കണു പറഞ്ഞതാ. പാന്നാത്ത കറ്റേറ്റ് പോയ പാന്നാത്ത പറയാൻ പോവുകയെന്ന് ചോദിച്ചോടാ. പാന്നാത്ത പെറ്റുക്കണു ഞാൻ ഒത്താത്തിന്റെ അടുത്ത് പോകണമായിരുന്നു പറഞ്ഞപ്പോ അത് അവിടുന്ന് കോടലങ്ങാടി വരുവോളം ഞാൻ ഇവിടുന്ന് ദൗട്ടിലും വെച്ചോണം കുത്തിരിക്കുക. ഇന്റെ അടുത്ത് കഴിഞ്ഞത് ആ അസൈനാണ് ഇപ്പൊ ആ കാട്ടുകൊണ്ട് നടക്കുന്നത്. അല്ല ഇപ്പത്തെ കാലത്തെ കുട്ടികൾ ഇതാക്കണു, ഒരു പ്രസവത്തിന് വേണ്ടി ഒരു 3 സ്കാനിങ്, അത് കഴിഞ്ഞ് മാസം ചെക്ക് ചെയ്യാൻ പോലെ, അത് കഴിഞ്ഞ് ഗവൺമെന്റിലല്ല അവർക്ക് പ്രൈവറ്റ് വേണം പ്രസവിച്ചാണ്. ഓരോട് ഇപ്പൊ എന്താ പറയാ നിങ്ങൾക്ക് ഇപ്പത്തെ കുട്ടികളോട്? ഇപ്പത്തെ കുട്ടികളോട് പറയുന്നതൊക്കെ നാമൂസ് കാച്ചു നടക്കുകയാണ്. ഇത്ര മാണ്ടാത്ത പണിയാണ്. ഗവൺമെന്റിൽ നിന്ന് പെറ്റാലും മറ്റോടത്ത് നിന്ന് പെറ്റാലും പേറൊക്കെ ഒന്നാ. ഇപ്പൊ ഞാൻ കുടിയിൽ നിന്ന് പെറ്റിട്ടും പേറൊന്നും തന്നെയാണ്. ആ പോരുന്ന തല വെത്തൂർ തന്നെ അവിടെ പോയാലും ഇവിടെ പോയാലും കുടിന്ന് വരുവാണെങ്കിൽ നിങ്ങള് ഇത്ര കാലത്ത് വയസ്സിലെന്തോ പറഞ്ഞു കൊടുക്കാനുള്ളത് ബാപ്പാനിമാനെ നോക്കണ്ടേ കൊണ്ട് എന്തേലും ബാപ്പാനിമാനി മോൾക്ക് ഇട്ടുണ്ടെങ്കിൽ ബാപ്പാനിമാനി നോക്കാത്ത നേരം കുറച്ചും ലീക്ക് ഇട്ട് നോക്കണം. നീലപ്പോ അറിയുള്ളൂ നോക്കണുണ്ടോ ഇല്ല എന്നുള്ളത്. അതിന്റെ നീലേ അറിയുള്ളൂ. ബാപ്പാനും മാനി അവനാന്റെ മാനും ബാപ്പാനും അവനെ നോക്കണമെങ്കിൽ നോക്കിക്കോട്ടെ, മാനി അത് നോക്കണില്ലെങ്കിൽ ഓർക്കും വരും ആ ഗതിന്ന്. ഇന്നല്ലെങ്കിൽ നാളെ ഓർക്കും വരും. അതായാലും ഞാനായാലും 45 കൊല്ലം നമ്മളെ അംസാക്കത്ത് അറിയുമ്പോ കുട്ടിന്റെ മനസ്സിനാ കണ്ണു കണ്ടുകൂടാതെ 45 കൊല്ലം കുത്തുന്നേക്കണ മനസ്സിനെ അവിടെ ഞാൻ എന്റെ കച്ചവടം ഇങ്ങനെ കൊടുക്കുന്നില്ല. എല്ലാവരും മുറുക്കുമ്പോൾ അതിന് കൊടുക്കാണ്ടായിട്ടില്ല, ഒരാളും കൊടുക്കാനുണ്ടായിട്ടില്ല, ഒരാളും മെത്തത് ഞാൻ പറഞ്ഞയച്ചിട്ടില്ല. ആ കണ്ണുള്ള കുട്ടിക്കാൻ മനുഷ്യന്മാരെ അതിൽ കെട്ടി നടക്കുന്നു, അതിലും ഞാൻ പോകാനായിട്ടില്ല, പോയിട്ടില്ല. ഇന്റെ കച്ചവടം കിട്ടുന്നത് കൊടുക്കാന്നല്ല, കുറച്ചേരെ കുഞ്ഞീത് കുറച്ച് വന്നിരുന്നു, പിന്നെ ഓന്തരല് മാറ്റി. പിന്നെ എന്റെ കച്ചവടം എന്താ കിട്ടുന്നു ഇപ്പൊ അവിടെ മുളക് വരച്ചുകൊണ്ടെങ്കിൽ ഇവിടെ കാക്കുണ്ടായി. അവിടെ പട്ടിക്കാരോടുള്ളിൽ ഒരു ഇപ്പം മുളക് കൂടി നല്ല വരച്ചുകൊണ്ട് വെച്ചെങ്കിൽ പിന്നെ കതിയാ ആ കുട്ടികളെ അവിടെ കുത്തിരിക്കൊണ്ടിട്ട് ആ പാത്തുമ്മ ആ അംശണ്ട അവിടെ കുത്തിരിക്കുന്നു. അതിനെന്തെങ്കിലും ഒരു പേര കൊടുക്കുക. എന്റെ അപ്പപ്പ അങ്ങനത്തെ ഒരു മനുഷ്യ സഹായത്തിന് അത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനാ പറയണത്? ഇത് സാമാനം കൊണ്ടുവരാനും ഇത് ബേർലിനും എന്റെ സഹായത്തിനുള്ളത് ഇപ്പൊ അറിയും. അത് തന്നെ ഇപ്പൊ അറിയും. ഇതാണ് എന്റെ ചങ്ങായിന്റെ വല്യമ്മ അമീന്, വാസിമ്, പിന്നെ ഈ അമീതാജി, അസൈനാര് ഒക്കെ നമ്മുടെ ചങ്ങായിമാരാണ്. ഈ വീട് കിടക്കേണ്ടത് അതും ഞങ്ങളുടെ ചങ്ങായിനാണ് കുട്ടു. അത് പാതാതാണ് പോലെ തന്നെ ഉണ്ട്. ഒരു പാത്താത ഉണ്ട്. പാത്താത 5 പ്രസവം ഹോസ്പിറ്റലിൽ പോകാതെ പ്രസവിച്ചിട്ടുണ്ട്. ഏതായാലും തീർച്ചയായിട്ടും ഞാൻ സോഷ്യൽ മീഡിയയിലെ യൂസ്ഫുള്ളി ആവാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടേക്കാണ് ഞാനത് പറയാം. എന്തായാലും തീർച്ചയായിട്ടും യൂസ്ഫുള്ളിക്കാന്ന് മീറ്റ് ചെയ്യണ ആഗ്രഹമുണ്ട്. കാരണം റോൾ മോഡല് യൂസ്ഫുള്ളിക്കാണ്. ബിസിനസ്സിലായിക്കോട്ടെ, ലൈഫിലായിക്കോട്ടെ, ആസ് എ ക്യാരക്ടർ ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, ഞാൻ യൂസ്ഫുള്ളിക്കാനെ കൂടുതൽ കേൾക്കേണ്ട ആളാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ എൻ്റെ പേരേക്കും സൈനിങ് ഓഫ്. കാരണം എന്താ വെച്ചാൽ കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ 12 മണിക്കടെ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാണ് ഇപ്പോൾ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരാളത് ഒരു 29 നോമ്പിൻ്റെ ഇറച്ചിയും പുളിയും 300 കിലോ 200 കിലോ ഇറച്ചി, അതേമാതിരി 500 കിലോ പൂള അതിൻ്റെത്. അല്ല ഞാനും വൈഫും എൻ്റെ കൂട്ടുകാരൻ സെമീറും വൈഫുമാരും പോയ ഊട്ടി മൈസൂർ ട്രിപ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരാനുള്ളത് ഞങ്ങളെ എരഞ്ഞോളി മൂസ, കടൂപ്പുറത്തിൻ്റെ എരഞ്ഞോളി മൂസ കുഞ്ഞാൻ്റെ പാട്ട് വരാണ്ട്. അത് കഴിഞ്ഞാൽ വരാനുള്ളത് പിന്നെ സോനു, അതേമാതിരി മലപ്പുറം സിബുവിൻ്റെ കോമഡി. അത് കഴിഞ്ഞാൽ എൻ്റെ ഒരു പാട്ട്.